ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ദീപാവലി ദിവസത്തെ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ദീപാവലി ആഘോഷിച്ചോ നിങ്ങളെല്ലാവരും എന്നൊക്കെ ചോദിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടും നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ബോക്സസിൻ്റെ തന്നെ, ദീപാവലി ബോക്സസിൻ്റെ തന്നെ ചെറുതും വലുതുമായിട്ടാണ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറുതിൽ ക്വാണ്ടിറ്റി കുറച്ച് സ്വീറ്റ്സും ക്വാണ്ടിറ്റി കുറച്ച് കമ്മിയായിരിക്കും. ബോക്സ് വലുതിലാണെങ്കിൽ കുറച്ചും കൂടി എണ്ണം സ്വീറ്റിൻ്റെ, അതേമാതിരി ബോക്സും കുറച്ച് ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലാണ്. അപ്പോൾ നല്ല റിവ്യൂ ആണ് കിട്ടിയത്. ഇപ്രാവശ്യം വിനീസ് കിച്ചൺ അങ്ങനെ 2 ബോക്സസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞു ആ വീട്ടിലത്തെ ടച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. എന്താ വെച്ചാൽ അവർ വന്നിട്ട് 3 മണി അങ്ങനെയായിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഇന്നുള്ളത്, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്ന ദിവസമുള്ളത്, എനിക്കൊരു പൂജയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു 2000 ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് ഇത് നേരത്തെ ഞാൻ തീർത്തു വെച്ചു. സോ ഉണ്ണിയപ്പമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഒരു വിനായകൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2000ൻ്റെ കണക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് 2 കപ്പിനുള്ളത് ആദ്യം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 2 കപ്പ് പച്ചരി ഞാനൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചു. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിനെ വെള്ളം വാർക്കുക. എന്നതിന് ശേഷം മിക്സിയിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഏലയ്ക്ക കുറച്ച് കൂടുതലിട്ടാലേ ആ ഒരു എന്താ പറയുക അമ്പലത്തിൻ്റെ മണം വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു 8-10 ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ പാളയന്തോടൻ പഴമാണ്. 2 കപ്പ് പച്ചരിക്ക് ഞാൻ 3 പാളയന്തോടൻ പഴമാണ് എടുത്തത്. അതിനെ നല്ലപോലെ വെള്ളം തൊടാതെ അരയ്ക്കുക. ഇവിടെ മെയിൻ പ്രത്യേകത എന്താണ് നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു രഹസ്യം എന്ന് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ സീക്രട്ട് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഓൺലി നമ്മൾ വെള്ളം തൊടാതെ അരയ്ക്കുക എന്നുള്ളതാണ്. ഇനി 2 കപ്പ് നമ്മുടെ പച്ചരിക്ക് 1.5 കപ്പോളം ഞാൻ പൊടിച്ച ഓർഗാനിക് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നീറ്റായിട്ടുള്ള ശർക്കരയാണ്. അതും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ മാവ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനിയാണ് നമ്മൾ പുളിപ്പിക്കാൻ വെക്കണം. ഓക്കെ, ഒരു 6-7 മണിക്കൂർ ഇത് പുളിക്കാൻ ഇരിക്കട്ടെ. പുളിച്ചാൽ മാത്രമേ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ, പൊന്തി കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ബബിൾസൊക്കെ വന്ന് നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ നമ്മുടെ മാവ് റെഡിയായിട്ട് കട്ടിയായിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ണിയപ്പം ആ ഒഴിക്കാൻ പാകത്തിനുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും പുളിച്ചിട്ട് അത് ഫെർമെൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ ചുടാൻ പോകുന്നതിന് മുമ്പായിട്ട് നെയ്യിൽ നന്നായിട്ട് കൊത്തിയിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇടുക. എന്നിട്ട് 2 പിടിയോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ നമ്മൾ വറുത്തിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ ഈ നെയ്യോട് കൂടിയിട്ട് ആ ഉണ്ണിയപ്പത്തിൻ്റെ ഇതിലേക്ക് ഒഴിക്കുക, മാവിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ലേശം, അതായത് ഒരു 1/2 കപ്പും കൂടി വെള്ളം വേണ്ട, അതും കൂടി ഒഴിക്കുക. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മാവ് ഒരു 15 മിനിറ്റ് ഇരിക്കണ സമയം കൊണ്ട് എണ്ണയും നെയ്യും കൂടിയിട്ട്, അതായത് നമ്മൾ മാക്സിമം നെയ്യാണ്, കുറച്ച് എണ്ണ മതി. എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ നോർമൽ നല്ല ബ്രാൻഡായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നല്ല നെയ്യാണ്, RKGയുടെ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതും കൂടി നന്നായി ഒഴിച്ച് നമ്മുടെ ചീഞ്ചട്ടി മറ്റേ അപ്പക്കല്ല് നന്നായി കുഴിയിൽ നിറയെ ഉണ്ടാവണം. എന്നിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് അമ്മയും മുത്തശ്ശിയൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. സോ അതുപോലെ നമ്മൾ വിനായകനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിലും നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും സൂപ്പർ ഉണ്ണിയപ്പം നിങ്ങൾക്ക് കിട്ടും. ഇറ്റ് ഈസ് ഓൺലി മാറ്റർ ഓഫ് അരക്കൽ ആൻഡ് പുളിപ്പിക്കൽ. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ബുസ് എന്ന് മുകളിലേക്ക് നിൽക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ അത് പുളിച്ചതിൻ്റെയാണ്. എന്നിട്ട് എൻ്റെ ഇപ്പോൾ ശർക്കര കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഉണ്ണിയപ്പം കുറച്ച് ഡാർക്കാണ്. നിങ്ങളുടെ ശർക്കരയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഉണ്ണിയപ്പത്തിൻ്റെ കളർ വരിക. അപ്പോൾ ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുക്കുകയാണ് അതിനെ. അപ്പോൾ അത് നന്നായിട്ട് സ്വയം തിരിഞ്ഞോളും. നമ്മളൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി, അത് സ്വയം തിരിഞ്ഞോളും. അങ്ങനെ എല്ലാ സൈഡും വെന്ത് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആക്കിയിട്ട്
നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പിന് ഏകദേശം ഒരു 30-40ഓളം ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ കപ്പിനാണ് ഞാൻ 2 ഗ്ലാസ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 40 ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 2 കപ്പിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. പക്ഷേ 2000 വേറെയാണ് നമ്മൾ ചെയ്തത്. അവരൊരു 3:30-4 മണിയാകുമ്പോഴേക്കും വന്നിട്ട് സംഭവങ്ങളെല്ലാം തന്നെ കൊണ്ടുപോയി. എന്താ കാരണം എന്ന് വെച്ചാൽ പൂജ വൈകുന്നേരമാണ്. അപ്പോൾ അതിന് വെക്കാനുള്ള നേദ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഒരു ഓർഡറും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് നോൺ വെജിൻ്റെ മറ്റോ ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൂജയ്ക്ക് വെക്കണതായതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നത്തെ ദിവസം ഉണ്ണിയപ്പം മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം നന്നായിട്ട് വെന്തു. കുത്തി നോക്കുക, ഉള്ളിൽ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ എടുത്തിട്ട് നമ്മൾ അതിനെ മാറ്റി വയ്ക്കുക. ഇങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാം സൂപ്പറായിട്ടുള്ള രീതിയിൽ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലായിരുന്നു അവർക്ക് പൂജയ്ക്ക് സാധനങ്ങൾ എന്ന് വെച്ചാൽ, അതായത് നേദ്യത്തിനുള്ള ഉണ്ണിയപ്പം മാത്രം തിരുമേനിമാർ അവരുടെ വീട്ടിലുണ്ടാക്കും. ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ് അവർ നമ്മളുടെ അടുത്ത് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും മുന്നോടെ ഫോൺ വന്നു ബോട്ടിമിൽ അവൻ വിളിച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ രാവിലെ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ചിക്കൻ കറി കഴിക്കാൻ ആഗ്രഹമാവണു. അപ്പോൾ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഓൾ പർപ്പസ് ഗ്രേവി അവന് ഉണ്ടാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് ചിക്കൻ കറി ആക്കേണ്ട പ്രോസസ്സാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും ബോട്ടിമിലൂടെ ഞാൻ കണ്ടിരിക്കെ അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പാലക്കാടൻ ഓംലെറ്റ്, അതേമാതിരി തന്നെ നമ്മുടെ ലെമൺ റൈസ്, ഓരോന്നോരോന്ന് അവൻ എന്തൊക്കെ ആഗ്രഹം വരണോ ഞാൻ ഇരിക്കെ അവൻ ഇരുന്ന് അത് എൻ്റെ മുമ്പിൽ അവൻ ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവന് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ അവനന്ന് വേണം. അതിനവന് ഞാൻ ചപ്പാത്തി പറാത്തയൊക്കെ ഫ്രീസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവന് എടുത്ത് കഴിക്കാൻ പാകത്തിന്. അപ്പോൾ അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം അവന് ചോറും ചിക്കൻ കറിയും കഴിക്കാനാണ് അത്ര ആഗ്രഹം തോന്നിയത്. അപ്പോൾ ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കണം അമ്മ എൻ്റെ കൂടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടെ ഇരുന്ന് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഉണ്ടാക്കി. കുറച്ചൊന്ന് വെള്ളമായി തോന്നുന്നു. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ കുറുകിയ ഗ്രേവിയൊന്നും അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആ ചോറിൻ്റെ കൂടെ ആ ചിക്കൻ കറിയുടെ വെള്ളത്തോട് കൂടിയിട്ട് കഴിക്കാനാണ് അവന് ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം നന്നായി വന്നു. കുഴപ്പമില്ലാമേ, ഞാൻ ഇനി 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഫസ്റ്റ് ട്രയൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. രണ്ടും പറയാണ്ട് കുഴപ്പമൊന്നുമില്ലാതെ പോണു. പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായി പോണു. അവൻ കഴിച്ച് കാണുമ്പോൾ നമുക്കൊരു സമാധാനം. നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ശരി മോനെ നീ സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും നോക്ക്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിക്ക് പോകണം, അവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോയിട്ട് വരൂ, വൈകുന്നേരത്തോട് കൂടിയിട്ട് വിളിക്കാട്ടോ എന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് സമാധാനവും പറഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം നമ്മൾ ദീപാവലിയുടെ വൈകുന്നേരം നമ്മൾ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദീപാവലിയുടെ ആ ഒരു അമ്പലത്തേക്ക് പോണതിന് മുമ്പുള്ള ഡ്രസ്സിങ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള മൈസൂർ സിൽക്കാണ് ഞാൻ സാരി ഉടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ഡയറ്റും കൂടി തുടങ്ങിയതിന് ശേഷം ഐ ഫെൽറ്റ് വെരി നൈസ്. ബിക്കോസ് ഈ ബ്ലൗസ് എനിക്ക് കൊള്ളുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മൈസൂർ സിൽക്കാണ് ഉടുത്തത്. സാരി ആയാലും ബ്ലൗസ് ആയാലും ഒക്കെ കൊള്ളുന്നുണ്ട്. സാരിക്ക് കുറേ ഫ്ലീറ്റൊക്കെ കിട്ടുന്നുണ്ട്. ബിക്കോസ് വയറിങ്ങനെ കമ്മിയായി ഫ്ലാറ്റായിട്ടുള്ള രീതിയിൽ വയറാവുമ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. ഇനി അടുത്തൊരു വ്ളോഗുമായി പിന്നെ കാണാം. ട്ടോളൂ.